വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സൺഡേ ആയിരിക്കുകയാണ് ഗൈസ്. ഞാൻ സൺഡേ വ്ളോഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണി ഇപ്പോൾ എത്ര മണിയായി? 8:30 മണിയായി. 8 മണി കഴിഞ്ഞപ്പോൾ ഉറക്കം എണീക്കേണ്ടി വന്നു. എന്നും വിചാരിക്കും ഞായറാഴ്ച ആവുന്നുണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, അതുകൊണ്ട് താമസിച്ചാണ് കിടക്കുന്നത് തന്നെ. എൻ്റെ ഒരു പുത്രൻ ഇങ്ങനൊരു ഐറ്റം ആയതുകൊണ്ട് അവൻ നേരം വെളുക്കുമ്പോൾ എനിക്ക് ഞായറാഴ്ച എന്നൊരു സമയമുണ്ടെങ്കിൽ അവൻ 8 മണിക്ക് മുന്നേ എണീച്ചിരിക്കും. 6:30ഒക്കെയാണ് അവൻ്റെ കണക്ക്. ഇപ്പം ഇന്നലെ താമസിപ്പിച്ച് കിടത്തിയോണ്ട് ഒരു 8 മണി നിന്നു. മറ്റേ സ്കൂളിൽ പോകുന്ന ദിവസം 8 മണിക്ക് വിളിച്ചാൽ പോലും അവൻ എണീക്കില്ല. അവൻ ഞായറാഴ്ച അടിക്കുമെങ്കിൽ അവൻ എണീച്ചിരിക്കും. എനിക്ക് ഇതുവരെ ഞായറാഴ്ച ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റാറില്ല കേസ്. കിടക്കുന്ന ആളിനെ കണ്ടല്ലോ, അവനെ ഞാൻ കൂട്ടിലാക്കിയിട്ട് 2-3 ദിവസമായി. തുറന്നു വിടും, ആഹാരം കൊടുക്കും, അപ്പീടിക്ക് കൂട്ടിക്കയറ്റും. അവൻ്റെ പണിഷ്മെൻറ്റ് നടന്നു തുടങ്ങിയ സമയമാണ്. പക്ഷേ എന്നാലും അവൻ മനസ്സിലാക്കില്ല. അവൻ വീണ്ടും ഇറങ്ങുമോ പോയി ചക്ക കഴിക്കും. ചക്കയും ചക്കക്കുരും എല്ലാം കൂടെ ആയിട്ട് മുറ്റത്ത് തന്നെ ഇറക്കി വയ്ക്കും. അതങ്ങനെ ശീലമായിപ്പോയി കൈസ് അവന്. അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പി എന്തുണ്ടാക്കാം? ഇന്ന് കുറച്ച് റവ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ കുറച്ച് റോബസ്റ്റ പഴം വെച്ച് എന്തായാലും ഉപ്പാവ് ഉണ്ടാക്കാം, ചോറുണ്ടാക്കാം. മീൻ വാങ്ങിച്ച് ഇന്നലെ എനിക്ക് രാജകുമാരിൽ നല്ല മീൻ കിട്ടി കേട്ടോ. മീനൊന്നും അടുക്കാൻ വയ്യ ഗൈസ്, ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇപ്പോൾ 300-400 കൂടുതലാണ് 1 കിലോ മീൻ എന്നൊക്കെ പറയുമ്പോൾ. മറ്റേത് നമുക്ക് 220 സമയം 1 കിലോ കിട്ടുമല്ലോ. ഇപ്പോൾ അതൊന്നും ഇല്ല. നിൽക്കുന്നത് ചിലപ്പോൾ തുറക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ചെരുപ്പിട്ട് ഇറങ്ങിയപ്പോൾ അവൻ വെച്ച് അവനെ തുറക്കാൻ ഇറങ്ങണം. ലിയോ എന്ത് നീ ഒക്കെ കറങ്ങി കാണിക്കുന്നത് തുറക്കൊന്നും കൊണ്ട്. വെളിയിറങ്ങണോ? എന്നാ മതി. തുറക്കണില്ല, അടച്ചേടാ. ഹലോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഡ്യൂട്ടി ഇതെല്ലാം കഴുകി വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം പറക്കി അതാത് സ്ഥലങ്ങളിൽ വെക്കുക. പറക്കിയില്ല, പെറുക്കി. അതാണ് ഫസ്റ്റ് ജോലി കേട്ടോ എൻ്റെ. അപ്പം നമുക്കടുത്ത് ചോറ് വയ്ക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി തിന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും വെക്കുന്നില്ല. നല്ല മീൻ ഇരിപ്പുണ്ട്, മീൻ പൊരിക്കണം, മീൻ കറിയുണ്ട്. അപ്പം ചോറ് വയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന അരി നമ്മുടെ റേഷൻ അരിയാണ്. വെള്ള റേഷൻ അരി കാണുന്നത് നമ്മുടെ ഇവിടുത്തെ റേഷൻ അരി ഉള്ളൂ. നല്ല വെള്ള അരിയാണ്. ഇവിടുത്തെ റേഷൻ അരിയല്ല, എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ റേഷൻ കടയിലെ റേഷൻ അരി. എനിക്ക് അവിടെ നല്ല അരി വരുമ്പോൾ വിളിക്കും കേട്ടോ. ഞാനിത് ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്, നമ്മുടെ വെള്ള അരി. ഞാൻ ആദ്യമൊന്നും വെള്ള ഇഷ്ടമല്ല എന്നൊക്കെ പറയും, പക്ഷെ അവരറിഞ്ഞ വെള്ള ഏത് ചോപ്പ് ഏതുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. ഈ എടുക്കാനുള്ള നേരത്തെ വെച്ചു കേട്ടോ. ഇവിടെ ഉപ്പുമാവ് വലിയ പിടുത്തൊന്നുമില്ല ആർക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് തിന്നുന്നു എന്നുള്ളത്. എന്നും പുട്ടും അപ്പവും ദോശ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോഴൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. ഞാൻ ഇവിടെ എപ്പിനും കൂടെ ചെയ്യും. എപ്പി എന്നാലും ഉണ്ടാക്കി കൊടുത്തു. ഉപ്പുമാവ് ഇതെടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഗൈസ്. ഇതൊരു പോളിത്തീൻ കവറാണ് കേട്ടോ. ചെറിയ ഇത് അടപ്പൊക്കെ ഉള്ള കവറാണ്. ഇതിനകത്ത് നമ്മൾ പച്ചമുളക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, അത് താഴെ ഫ്രീസറിൻ്റെ ഒക്കെ താഴെ ഇട്ടുന്നത് കുറച്ച് കഴിയുമ്പോൾ അഴുകി പോകത്തില്ലേ. അപ്പൊ ഇത് എനിക്ക് എൻ്റെ അനീഷേട്ടൻ നല്ലൊരു ഷെഫാണ്. പുള്ളിക്കാരൻ ഹോട്ടൽ മാനേജർ പഠിച്ച് അമേരിക്കയിലായിട്ട് വർക്ക് ചെയ്തത്. എല്ലാ വീഡിയോസിൽ കണ്ടാണ് മുട്ടത്തലയിൽ. പുള്ളിയാണ് എനിക്കൊരു ഇത് പറഞ്ഞു തന്നെ കേട്ടോ, ടിപ്പ് പറഞ്ഞത്. ഞാനിപ്പോൾ അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായി ഞാനിപ്പം ഇവിടെ പച്ചമുളക് പച്ചമുളക് വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളക് വേണ്ട നല്ല പച്ച കളറിൽ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നറിയാവോ? ഇത് ഈ കവറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. കേട്ടോ നമുക്ക് മാറുമ്പോൾ കറക്റ്റ് കളർ ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു പ്രശ്നമില്ല, തണ്ട് പോലും വാടാറില്ല. അപ്പൊ എന്റെ എളുപ്പ വഴിയിൽ ഉപ്പുമാവിലേക്ക് നമുക്ക് കടന്നാലോ ഗൈസ്. ഞാൻ ചട്ടി ഇട്ടത് ഞാനപ്പോ ഗ്യാസ് തിളപ്പിച്ചു, ചട്ടി വെച്ചു. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടു ഇടാം, വേണമെങ്കിൽ ഉഴുന്നിടാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. പിന്നെ കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം, ഉഴുന്നിടാം, ക്യാരറ്റ് ഇടാം. ബീൻസിനെ പറ്റുന്ന ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് മാത്രമേ എടുത്തുള്ളൂ. ക്യാരറ്റും കൂടെ എടുക്കണോ? ഞാൻ നമുക്ക് കുറച്ച് ഉഴുന്ന് കൂടെ ഇടാം. ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ഐറ്റംസ് ഒക്കെ ഇടാം. ഉഴുന്നിട്ടിട്ടുണ്ട്. കറിവേപ്പില പിച്ചാൻ പോയില്ല ഗൈസ്, എനിക്ക് വയ്യ.
വറ്റൽമുളക്, അരി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അല്ല, ഇഞ്ചിയും പച്ചമുളകും. അതൊന്ന് അയർത്തെ കേട്ടോ. ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. വെള്ളം ഒഴിക്കുക, ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക. ചിലർ മഞ്ഞപ്പൊടി ഇടാറുണ്ട് കേട്ടോ, മഞ്ഞപ്പൊടി ഇടുന്നില്ല. ഇടുക, നല്ലപോലെ തിളപ്പിക്കുക. തീ കൂട്ടി വെച്ച് നല്ല തിളയ്ക്കുമ്പം നമ്മൾ വറുത്ത റവയാണ് ഇത്. മറ്റേ വറുക്കാത്ത റവയാണെങ്കിൽ റവ സെപ്പറേറ്റ് ഒന്ന് വറുത്ത് വെക്കണം കേട്ടോ. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ റവ അളന്നെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് ഇളക്കി എടുക്കാം കേട്ടോ. ഇതിനൊക്കെ തോന്നുന്നു കുഴഞ്ഞു പോയി നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇല്ല. ഇത് ഞാൻ കാണിച്ചു തരാം. ഫ്ലോപ്പായി പോകണമുണ്ടോ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വീഡിയോ എടുക്കുന്നത് റവ വിചാരിക്കും. ഇന്ന് ഫ്ലോപ്പാക്കി കളയാം. നല്ല എല്ലായിടത്തും എൻ്റെ വെള്ളം എത്തിയിട്ട് ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെക്കണം കേട്ടോ. കുറച്ച് ഒരു എൻ്റെ ചോറ് തിളച്ചു പോയി ഗൈസ്. ഒറ്റ തിള മതി കേട്ടോ, അപ്പഴേ അടച്ചിടാനുള്ളതാണ്. കുഴപ്പമില്ല. നിങ്ങൾക്ക് വെന്ത് പോകാതെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഓഫാക്കിയിട്ടുണ്ടേ. ചോറാവുമ്പോൾ കാണിച്ചു. അപ്പോൾ എനിക്ക് രാജകുമാരി നല്ല വള്ളിക്കുഴികളെ കിട്ടി കേട്ടോ. നല്ല ഫ്രഷ് ആക്കി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കാം. എങ്ങനെ എളുപ്പ രീതിയിൽ നമുക്ക് മീൻകറി ഉണ്ടാക്കാം ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടു, നമുക്ക് ഞാനൊരു 2 സവാള, 1 തക്കാളി, കുറച്ച് പുളി, പിന്നെ നമ്മുടെ ആവശ്യം വേണ്ട മുളകും എല്ലാം എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു പച്ചമണം മാറിയിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾ ചെറിയ കഷ്ണം പുളിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി വരും. പിന്നെ അതിന് നമുക്ക് ആവശ്യം വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കും കേട്ടോ. അടിച്ചെടുക്കുമ്പോഴത്തേത് ഇത് കണക്കിരിക്കും. നല്ല തിക്കായിട്ടുള്ള കറിയും കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം മീനിലേക്ക് ഡയറക്റ്റ് ഇതിട്ടിട്ട് ഫുള്ളായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ കറി തിളച്ചിട്ട് മീനൊക്കെ ഇടും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കുറച്ച് താളിച്ചൂറ് ഒഴിച്ച് കഴിഞ്ഞാൽ മതിയാവും. മഴയില്ല എന്ന് പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവൻ തലകുത്തി നിന്നാണോ, അവൻ എങ്ങനെ നിന്നാണോ അവൻ ടി വി ആണോ വെച്ചാൽ അവൻ എന്നെ അറിഞ്ഞൂടാ. അപ്പൊ ഗൈസ് നമ്മൾ ഉപ്പുമാവ് കഴിക്കട്ടെ. ഉപ്പുമാവ് അമ്മയുടെ മുത്തിന് ഇഷ്ടപ്പെട്ട സാധനം. എന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതൊന്ന് കാണിച്ചു നടക്കല്ലേ വീഡിയോയില്. എന്റെ കുട്ടിക്ക് ഭയങ്കര വിയർപ്പാണ് ഗൈസ്, ഉടുപ്പിടാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഉപ്പുമുളക് കണ്ട ഉപ്പുമുളകാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എപ്പിസോഡ് നമ്മുടെ ടിവിയുടെ സൈഡിൽ നിന്ന് കണ്ടോ ചെറിയൊരു ബ്ലറർ ഇവിടെ വന്നൊക്കെ കണ്ട. ഇവിടെ എന്റെ കൈ ടി വി ചീത്തായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അത് തീരുമാനമാവാറായി. ഇത് പഴയ ഉപ്പുമാവ്, പഴയ ഉപ്പുമാവാണെന്ന്, പഴയ ഉപ്പുമുളകാണ് കേട്ടോ. ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ എപ്പിസോഡ് അത്ര പോരാ. ഇവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവുള്ളൂ. നമ്മൾ പണ്ടുപോലെ കാണുന്ന എപ്പിസോഡാണ്. കഴിക്കട്ടെ. അവൻ കിടന്ന് ഭയങ്കര ചാട്ടം കേസ്, അവനങ്ങ് തുറന്നുവിടാം. പിരാൻ സൂക്ഷിക്കാം. അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പറക്കി വെളിയിട്ട് അതിൻ്റെ കമ്പിരെ ചവിട്ടി ഓടിച്ചു നോക്ക്. അതിനടുത്ത് അകത്തിട്ടവൻ അല്ല അപ്പിയിടും. അകത്തിടാത്തോണ്ടോ അപ്പിയിടും. ഇതാണ് അവൻ്റെ സ്വഭാവം. പോയിരിക്കില്ലേ അവിടെ അടി ഞാൻ തരും. ഇറങ്ങാൻ തുള്ളി നിൽക്കുകയാണ്. ഇരിക്കടേ. നിന്റെ അഹങ്കാരത്തിലാണ് നിന്നെ ഞാൻ കൂട്ടിയിട്ടാണ്, അറിയാലോ. നിന്റെ അഹങ്കാരം, നിന്റെ അഹമ്മതി. നിനക്ക് ചക്ക തീറ്റണോ അല്ലേ? തിന്നാലും നിനക്ക് മുഴുക്കൂല. നിനക്ക് ആഹാരം കിട്ടാത്തോണ്ടാണോ? അടിക്കണം എന്നെ അടിക്കണം. എനിക്ക് ചിരിച്ച് ഞാൻ അടിച്ചു ശരിപ്പെടുത്തി ആദ്യം ശരിപ്പെടുത്തിയായി കവാലടിച്ച് നിൽച്ചായി അടിക്കോടാ. അവിടെ കിടന്ന് പല കൊപ്പിത്തരങ്ങളും കാണിക്കും. അവൻ ഇനി മുറ്റത്ത് കയറാൻ വേണ്ടി കറങ്ങി നിൽക്കണം അപ്പിടാതെ. അതുകൊണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നില്ലെങ്കിലേ ഇപ്പം മുറ്റത്ത് കയറിക്കളായി. തലങ്ങനെ വിലങ്ങനെ നിന്ന് ശൂശി വെച്ചോണ്ട് നിൽക്കണം അവൻ. എന്താ ഇല്ലാത്ത കോപ്രായത്തങ്ങ് മൊത്തം കാണിക്കും. ഒളിച്ചു നോക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയാന്ന്. പോയി ഇനി അകത്ത് കയറാം. പോയപ്പിടാ അപ്പിടാടാ. ഇങ്ങനെയാണ് മുറ്റത്ത് എവിടെയെങ്കിലും അപ്പിടാൻ നിന്റെ ഉദ്ദേശമൊന്നും നിന്നെ ശരിപ്പെടുത്തി ഞാൻ.
എൻ്റെ ഇവിടെ സഹവാസിയെ നിർത്തിക്കും മൊത്തത്തിലായിട്ട് പറഞ്ഞേക്കാം കേട്ടല്ലേ. ഇരിക്കാം അവിടെ ഇരിക്കാൻ. ഓ അയ്യോ അയ്യോ പിന്നെ പല വഴക്ക് പറഞ്ഞാൽ പിന്നെ അവൻ ഇതിനെ കാണിക്കാൻ വേലത്തരങ്ങളൊന്നുമില്ല. നിന്റെ ആരാധകർ കാണട്ടെ നിന്റെ അഹങ്കാര സ്വഭാവം. അപ്പിട്ടാ ആ കാലും പേറും ഒക്കെ മുറിഞ്ഞിരിക്കുകയാണ്. ഇച്ചിരി ഉമ്മിണിന്ന് മുറിവാണ്. അതെന്തിനാ കാല് കാലെന്തിനാ നോക്ക് കണ്ണ് കുത്തി പൊടിച്ചോളാം. നിൽക്കാം കറിയാടാ കൂട്ടി കയറട്ടാ അപ്പിട്ടാ ചക്ക നടാ നീ ഇല്ല. ഓ ഓ ഓ യോ വന്ന് സ്നേഹപ്രകടനം വന്നു. മതി സ്നേഹിച്ച് മാറ്. മുറ്റത്താണെങ്കിലും അപ്പിയിട്ട് വയ്ക്കുമോ? എൻ്റെ തനി സ്വഭാവം നീ ഇന്നറിയും. പറഞ്ഞിട്ടില്ല ചോറും തരും തിന്നിട്ട് പൊക്കോണം വിളയിൽ. ആണിച്ചിൻ്റെ കാവൽ നീ എന്നെ അടിക്കാറോ ഇവിടെ നിന്ന് ഗേറ്റ് തുറന്നെങ്കിൽ വെളി വിട്ടളഞ്ഞായി. പറഞ്ഞിട്ടില്ല പൊക്കോണം. പാലുവാട്ടി എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഇത് നിന്റെ സേവനം മതി എനിക്കിവിടെ. മതി നിന്റെ സേവനം. ഓ ഗേറ്റും തുറന്ന് വിടും. നെക്കാട് സ്കൂളിൻ്റെ അതുവഴി പൊക്കോണം എവിടെയെങ്കിലും. പറഞ്ഞേട്ടാ നോക്കിക്കോട്ട് കോവളിങ്ങ നുള്ളിങ്ങ എടുത്തോളയും. പൂച്ച എന്ന് പറയാൻ ഓടോ. അയ്യോ പൂച്ച ഏടാ പത്തേകാലായി ഗൈസ്. ഞാൻ 10:30 ട്യൂഷൻ ഉണ്ട്. സമയമേ വിളിച്ചോട്ടെ. സോറി ഐസ് ക്യാൻഡി. പണ്ടൊരു സേമിയൊക്കെ വെച്ച് ഐസ് ക്യാൻഡി കിട്ടുമായിരുന്നു. മക്കയോ ഞാൻ ട്യൂഷന് പോവുകയാണ് ഗൈസ്. ബൈ സീ യു. ഇത് ഇപ്പോഴും ജീവനോടുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല ഗൈസ്. ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ബാക്കിയുള്ള ചട്ടികളിലോട്ട് നടാം. ഇതേ ഇവിടെ വാഴയുള്ളൂ കണ്ടോ. മാമി തന്നേച്ചതാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിലും കൂടെയൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ അപ്പൂസ് ഗൾഫ് ഒരു മാസത്തെ ലീവ് ഇടുന്നത് തൊട്ടപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തെ. അപ്പോൾ അവൻ എനിക്ക് മുട്ടായി കൊണ്ടുവന്നു ഗൈസ്. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. മുട്ടായി പിസ്തായി കൊണ്ടുവന്നു. ധ്യാനൂസ് പോണ സമയത്താണ് സാധനം വന്നപ്പോൾ ധ്യാനൂസിൻ്റെ പോകൂ വരും. അപ്പോൾ ഇപ്പോൾ ലീവിന് വന്നിട്ടൊക്കെ പോയതേ ഉള്ളൂ കേട്ടോ. പാവം എന്നാലും കുറേ മുട്ടായിയൊക്കെ ആയിട്ട് വന്നു. കണ്ട മുട്ടായി പിസ്തയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം തിന്നാം. വേണ്ട എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് പിസ്ത. ഉപ്പിട്ടാൻ ഇഷ്ടം. ഉപ്പിട്ടാനോ ഉപ്പിട്ടാ പുറത്ത് നിന്നിട്ടില്ലാതെ വെച്ചാൽ കലയിലാവാൻ പോരും. വെറൈറ്റി മുട്ടായി എൻ്റെ ക്രൈസാണ് ഗൈസ്. തിന്നാൻ പറ്റുന്ന സമയത്തല്ലേ മുട്ടായി തിന്നാൻ പറ്റുള്ളൂ. കൊള്ളാലോ നല്ല ഷേപ്പുണ്ട്. ടിന്നിലാക്കി വെച്ചു ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഈ സമയം കൂടെ ഒന്ന് കുളിച്ച് കേട്ടോ. കുളിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരു ഫ്രഷാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ പൊരിക്കാനൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോപ്പ് വന്നു. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ തുടച്ചാലോ എന്ന് വെച്ചപ്പോൾ എൻ്റെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മോര് കറി. അപ്പം വീഡിയോ എടുത്തോണ്ടിരുന്നാൽ എൻ്റെ പണികളൊന്നും മുന്നോട്ട് പോവില്ല ഗൈസ്. അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ചോറ് ഇടാൻ പോകണം. അപ്പോൾ ഞാൻ കണ്ടോ ചോറ് കണ്ടോ നല്ല ഒന്നൊന്നായിട്ട് വെട്ടി നല്ല ചോറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി ഞാൻ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ മോരുകറി കാണിച്ചു തരാം. മോരുകറി ജസ്റ്റ് തേങ്ങ നിറയ്ക്കാത്തൊരു മോരുകറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. മീൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വിളിക്കാൻ പോയി പക്ഷെ മഴ പെയ്യും. ഇങ്ങനെ വരുമെന്തോ. കുത്ത് വൃത്തിയാക്കി തുടച്ച് ഇട്ടൊക്കെയാണ്. ഫാനൊക്കെ ഇട്ട് എല്ലായിടത്തും ഉണങ്ങായിട്ടൊക്കെയാണ് ഗൈസ് ജോലികളെല്ലാം. അപ്പോൾ മെത്തയിലെ ഷീറ്റും കവറും തലവണകളെല്ലാം മാറ്റി വേറെയൊക്കെ പുതിയതൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കാത്ത ഷീറ്റ് ഇട്ട് ശേഷം പിന്നെ മാറ്റിയില്ല. അപ്പോൾ ഈ റൂമിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് എല്ലാവരും പറയും വീഡിയോ വരുന്നില്ല. എന്തിന് വീഡിയോ വരുത്തണം? ഇങ്ങനെ വെറും വൃത്തി ഇങ്ങോട്ട് ഇരിക്കണ ഞാൻ വീഡിയോ എന്തിനാക്കണം?
എന്നെ ചതിച്ച് കല്യാണം കഴിച്ചാണ് ഗൈസ്, ചതിച്ച്. ഞാൻ ഒറിജിനൽ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നു. പോയിക്കോ പുറത്ത് ആടിയും വളർത്തിയൊക്കെ നടക്കുകയാണ്. സ്വന്തം സൗന്ദര്യം ഉള്ള സാധനം 10 പേരെ കാണിക്കണ്ട, സ്വന്തമായിട്ട് വൃത്തിയായിട്ട് നടന്നൂടി. അയ്യോ എന്താ നോവൽ ഞാൻ കളഞ്ഞു കേസ്, ഞാൻ കളഞ്ഞിട്ടിരിക്കുകയാണ്. ഷേവ് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എപ്പോഴും ഇവിടെ ഉപ്പുമുളക് അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ചുമ്മാ ഇട്ടതാണ്. അപ്പോൾ വീണ്ടും വീഡിയോസ് ഞാൻ കാണുന്നതല്ലത് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല ഉപ്പുമുളകും കാണുന്നതെന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ച്, ഞങ്ങൾക്ക് മീൻ കറി വെച്ചത് വേണ്ട, എനിക്ക് എന്തായാലും ചാറ് മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നിശാട്ട് നമ്മൾ ചാറും കറിയും എല്ലാം വെച്ചിട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോസ് കൊണ്ടുവന്ന പിസ്തയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്തോ ആലപ്പുഴ മറ്റേ സിനിമയിൽ അതും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കഴിച്ചുകൊണ്ടിരുന്നു ഗൈസ്. അപ്പം ഞാൻ ചായ കുടിക്കുകയാണ് ഗൈസ്. ഇപ്പം മണി ഇത്രയും 4:30, നമുക്ക് 6:30ക്കാണ് ക്ലാസ്. എന്നും ഞാൻ ചായ വീട്ടിൽ പോയിട്ടാണ് കുടിക്കുന്നത്. അവിടെ പിന്നെ അമ്മ ചായ കൂടി നിർത്തിയിട്ട് പിന്നെ പാലൊന്നും കാണത്തില്ല. ഇവിടെ പിന്നെ പാലൊക്കെ ഇരിക്കില്ല. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് പോകാം. അപ്പം ചായയുടെ കൂടെ ഒന്നുമില്ല, സ്നാക്സൊക്കെ തീർന്നു ഗൈസ്, റസ്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതും കൂടി ചായ കുടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പുറത്തെ അപ്പൂസ് ഗൾഫിൽ നിന്ന് വന്നവൻ മെയിൻ ഷെഫല്ലേ അടുത്ത മെയിൻ ഷെഫാണ്. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറയാൻ കൊണ്ടുവന്നു കേട്ടോ. മന്തി കണക്കുണ്ടല്ലോ, വലിയ ചോറാണ് കേട്ടോ. അതാണ് വലിയ അരിയുടെ ചോറ്. ടേസ്റ്റ് നോക്കിയില്ല, മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കൂടെ. നമ്മൾ ചോറൊക്കെ കഴിച്ചു, എന്നാലും കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, രാത്രി കഴിയാം. ചോറ് തിന്ന കുട്ടിയാണ് അപ്പൂസ്. ബിരിയാണി കൊണ്ടുവന്നപ്പോൾ കുറച്ച് അമ്മ നമ്മോട് ഇതായിരുന്നിട്ടാണ്. അവൻ്റെ ബിരിയാണി കൊള്ളാം കേട്ടോ, സൂപ്പർ. നമ്മൾ അപ്പം നമ്മുടെ വയലെല്ലാം എടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാറ് ഇവിടെ എത്താറായി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മുടെ ഇന്ദ്രിത കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാറിന്. സാർ ഇപ്പോൾ വരും കേട്ടോ. പിന്നെ ചേച്ചിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നേരെ ഒരു 9 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അച്ഛനും മോനും കൂടെ ഐസ്കോണിൽ പോയി ഐസ്ക്രീം കുടിക്കണം എന്ന് ആഗ്രഹം. പിന്നെ നേരെ ഇങ്ങി വർക്കല വന്നു കേട്ടോ. അവിടുത്തെ ഐസ്ക്രീം സൂപ്പറാണ്. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങ് പോയത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.